ഹായ്, ഫെറിസ് ബ്യൂട്ടിപീഡിയ ലവ്ലീസ് വ്ലോഗ്. പണ്ട് കാലം മുതലേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയമുള്ളതാണ്, എങ്കിലും അതിൻ്റെ ഉപയോഗമൊന്നും എല്ലാവർക്കും അത് എത്രത്തോളം ഉപയോഗം പ്രദമാണെന്നുള്ളത് അറിയാമെന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യം അതിനെക്കുറിച്ച് പറയാം. ആ പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. പണ്ട് കാലം മുതലേ എല്ലാ മേക്കപ്പ് മാൻമാരുടെയും ബോക്സുകളിൽ അവർ ഒഴിവാക്കാത്ത ഒരേ ഒരു കാര്യം, അത് ഇന്നും എല്ലാ മേക്കപ്പ് മാൻമാരുടെയും കയ്യിൽ ഈ രൂപത്തിലാണ്. ഞാൻ പറയാൻ വരുന്ന ആ രൂപത്തിലല്ലെങ്കിലും മറ്റു പല രൂപത്തിലും കാണാം. ഇനി ആകാംക്ഷ എന്തായെന്ന് പറയടിയെന്നല്ലേ. കൊളോയിൻ, യൂഡി കൊളോയിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൊളോയിൻ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പല രൂപത്തിലും ഭാവത്തിലും പല കമ്പനിക്കാർ ഇറക്കിയിട്ടുണ്ട്. എങ്കിലും എന്നും എപ്പോഴും എല്ലാവരും അധികവും ഉപയോഗിക്കുന്ന ഇതിൻ്റെ മണം ഒക്കെ മാറ്റി. ഈ മണം ഇഷ്ടമില്ലാത്തവരായിരിക്കും ഇപ്പം പുതിയ കൊളോയിനൊക്കെ ഇറങ്ങിയേക്കുന്നു. ആ പുതിയ കൊളോയിനൊക്കെ ഭയങ്കര സ്മെല്ലാണ്, ഒരു സെൻറ്റിൻ്റെ ഒരു സ്പ്രേയുടെ ഒക്കെ ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന സംഭവം ഇതാണ്. ഒരു സെറ്റിനകത്ത് അവരുടെ കയ്യോ കാലോ ഒക്കെ മുറിയുകയാണെങ്കിൽ മേക്കപ്പ് മാൻമാരുടെ അടുത്താണ് ഓടി വരുന്നത്. എന്തിനെന്നറിയാമോ? ഇത് യൂഡി കൊളോയിനുണ്ടോ, ഇത്തിരി അതിലൊഴിച്ച് തരുമോ എന്ന് പറയും. അപ്പോൾ ഒരു കോട്ടണിനകത്ത് അത് ഇത്തിരി മുക്കി കൊടുക്കും. അത് ആ മുറിവിൽ വെച്ച് കഴിഞ്ഞാൽ മുറിവ് പെട്ടെന്ന് ബ്ലീഡിങ് ഒക്കെ നിന്ന ഒരു സുഖമാവും. അത് ദോഷമാണോ ഗുണമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു ആൽക്കഹോൾ എഫക്റ്റ് അതിനുണ്ട്, ഒരു അണുക്കളെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ മേക്കപ്പിൻ്റെ എല്ലാം ടച്ചപ്പ് ക്ലോത്തിലായാലും സ്പോഞ്ചിലായാലും എല്ലാ ബ്രഷുകളിലും എല്ലാം നമ്മൾ ഈ കൊളോയിൻ ഉപയോഗിക്കും. അത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു സ്പോഞ്ച് എടുത്ത് അതിരുന്ന് ഇച്ചിരി ഒന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെ അത് ഇത്തിരി വെള്ളം മുക്കിയായിരിക്കുമല്ലോ സ്പോഞ്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സ്പോഞ്ചിൻ്റെ അകത്ത് ആ വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ ഒരു തുള്ളി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ല, നമുക്കൊരു ഫ്രഷ്നെസ് ഫേസിൽ സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ അതിനൊരു നല്ല സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ എല്ലാം കൂടെ ഒരു വളരെ നല്ലതാണ്. അപ്പം ഇത് എല്ലാ രീതിയിലും ഒരു അണുനാശിനി കൂടെയാണ്. നമുക്കൊരു ഹാൻഡ് സാനിറ്റൈസറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത്തിരി നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ 2-3 തുള്ളി ഇത് ഒഴിച്ചിട്ട്, 3-4 എത്ര തുള്ളി വേണമെങ്കിലും ഒഴിക്കാം. പക്ഷെ എന്നാലും ഒരുപാട് ഒഴിക്കേണ്ട, ഒരു 3-4 തുള്ളി ഒഴിച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിനകത്ത് ഒരു 5 തുള്ളി വരെയൊക്കെ ഒഴിച്ചാൽ നല്ല മണമായിരിക്കും. ആ വെള്ളം ഒഴിച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതിനിത് ഉപയോഗിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ടച്ചപ്പ് ക്ലോത്തിൽ, അതുപോലെ ആർട്ടിസ്റ്റുകൾ ഒക്കെ ടച്ചപ്പ് ക്ലോത്ത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇപ്പം ടച്ചപ്പ് ക്ലോത്തൊക്കെ മാറിയിട്ട് ടിഷ്യൂസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഫേഷ്യൽ ടിഷ്യൂസൊക്കെ ഉണ്ടല്ലോ. എന്നാലും ടച്ചപ്പ് ക്ലോത്ത് ഉപയോഗിക്കുന്നവരിന്നുമുണ്ട്. ആ ടച്ചപ്പ് ക്ലോത്തിനകത്തും ഈ കൊളോയിൻ ഇത്തിരി 2-3 തുള്ളി ഡ്രോപ്സ് ഒഴിച്ചിട്ട് ആ വെള്ളം നനച്ചിട്ട് കൊണ്ടുവരുമ്പോൾ അത് ഇതും കൂടെ 2-3 തുള്ളി അതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അത് വെച്ചിട്ട് നമ്മൾ ഫേസിൽ ടച്ച് ചെയ്യുമ്പം നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടും. അങ്ങനെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന മേക്കപ്പ് ബോക്സുകളിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് യൂഡി കൊളോയിൻ. ഈ കൊളോയിൻ ഇപ്പം പല രൂപത്തിലൊക്കെ ഇപ്പം വേറെയൊക്കെ കൊളോയിനുകൾ ഇറങ്ങിയിട്ടുണ്ട്. പല പേരുകളിൽ പല കമ്പനികൾ ഇറക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു അണുനാശിനി പോലെയാണ്. അതായത് നമുക്കൊന്ന് ഇത് സ്പ്രേ ചെയ്തിട്ട് ഇത് ഉപയോഗിച്ച് നമ്മളുടെ കൈയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ അവരെ മേക്കപ്പ് ചെയ്യുമ്പം നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതായിട്ട് നമുക്ക് അത് അവരുടെ ഫേസിൽ ടച്ച് ചെയ്യുമ്പം നമുക്ക്
അത് വളരെ നല്ലതാണ്. അവർക്കും നമുക്കും എല്ലാം നല്ലതാണ് മേക്കപ്പ് ചെയ്യുന്നവർക്ക്. അല്ലാതെ സാധാരണ ഉപയോഗിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാം, സാധാരണക്കാർക്കും ഉപയോഗിക്കാം. ഇത് അതാണ് ഞാൻ പറഞ്ഞ കുളിക്കുന്ന വെള്ളത്തിനകത്ത് ഒഴിച്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ, മുറിവിന് വരെയും ഇത് ഇച്ചിരി കോട്ടണി മുക്കി ആ മുറിവ് വെള്ളത്ത് വെച്ച് കഴിഞ്ഞാൽ മുറിവ് അങ്ങ് ഉണങ്ങും. അത് ഇതിനകത്തുള്ള ആൽക്കഹോളിൻ്റെ ഇതായിരിക്കാം, എന്നാലും ആ സ്പിരിറ്റ് യൂസ് ചെയ്യത്തില്ലേ നമ്മൾ, അതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം. പക്ഷെ ഇത് വളരെ നല്ലതാണ്. എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കൂ. ഹാൻഡ് സാനിറ്റൈസർ പോലെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു മീനിൻ്റെയൊക്കെ സ്മെല്ല് കയ്യിലുണ്ട്, സോപ്പില്ല കഴുകാൻ എന്നുണ്ടെങ്കിൽ ഓടി വന്ന് ഇതൊരു 2 തുള്ളി എടുത്ത് കയ്യിൽ ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ ആ സ്മെല്ലെല്ലാം പോയി, കൈ നല്ല ഫ്രഷാവും, നല്ല സ്മെല്ലാവും. അങ്ങനെ ഈ യൂഡി കൊളോയിൻ നിങ്ങളെല്ലാം ഉപയോഗിച്ച് നോക്കൂ. എല്ലാവർക്കും നല്ല ഇതാണ് ഇത് ഉപയോഗിക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നും ഇത് ഞാൻ പറയുന്നതേ ഉള്ളൂ. എല്ലാവരും നോക്കിയിട്ട് ഇറങ്ങിപ്പോവും, ഒന്ന് ലൈക്ക് ചെയ്യുന്ന പോലും ഇല്ല. എന്നാൽ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ.